ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ആക്ച്വൽ ട്രാവൽ വ്ലോഗാണ്. നമ്മൾ അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ എവിടേക്കാണ് യാത്ര പോകുന്നതെന്ന് ഇത്രയും ദിവസമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാക്കിംഗ് വീഡിയോസിലൊന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എവിടേക്കാണ് യാത്ര പോകുന്നതെന്ന്. നമ്മൾ തായ്ലൻഡിലോട്ടാണ് കേട്ടോ യാത്ര പോകുന്നത്. പാലക്കാട് നിന്ന് നമ്മൾ ഏകദേശം യാത്ര തുടങ്ങിയ സമയം എന്ന് പറയുന്നത് 4 മണിക്കായിരുന്നു. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ടൈം വരുന്നത് 11:10 അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തേണ്ട സമയം എന്ന് പറയുന്നത് 7:30 നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ 4 മണിക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലോ എന്നൊക്കെ വെച്ച് നമ്മൾ ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ ഇവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്കൊരു 6:30 ആയപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള അടുത്തൊരു ശരവണ ഭവൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കയറി നല്ലൊരു അടിപൊളി ദോശയും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണമൊന്നും നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് തന്നെ മോൾക്ക് നമുക്ക് എന്താ പറയാ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് വേണ്ടത് നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ വന്നില്ല. അങ്ങനെ നമ്മൾ ഒത്തിരി സമയം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട്. കാരണം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തിയിട്ട് പിന്നെ നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 11 മണിക്കാണ്. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം ഒരു 4 മണിക്കൂറോളം നമുക്ക് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ കൂടെ കുറെ സമയം നടന്നിട്ടും ഒക്കെ നമ്മൾ സമയം ചെലവഴിച്ചു. എന്തായാലും യാത്ര പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് തന്നെ മോളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയിട്ടാണ് ഞാൻ പിന്നെ അവളെ ഉറക്കിയത്. അപ്പോഴും ഉറങ്ങില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഉറക്കി. കാരണം പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ഉറക്കം അവളെ ബാധിക്കരുത്, കാഴ്ച കാണുന്നതിനും മറ്റും ഒന്നും ബാധിക്കരുത് എന്ന് എനിക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഉറക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ നിങ്ങൾ കുട്ടികളുടെ കൂടെ അതല്ലെങ്കിൽ കുട്ടികൾ ഒത്ത് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികള് നിർബന്ധമായിട്ടും ഇങ്ങനെ എന്താ പറയാ മിഡ് ടൈമിലൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ നിർബന്ധമായിട്ടും ഉറക്കുക. ഇനി പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഈ ട്രാവൽ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് ഓൾ ഓവർ ജേർണിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് തായ്ലൻഡ് പോലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, നിങ്ങൾ എന്തൊക്കെയാണ് കരുതേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതലായിട്ടും ഡിസ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോസ് ഒരിക്കലും തന്നെ അതിന്റെ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് പക്ഷെ എൻ്റെ ഇൻഫർമേഷൻസ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. കാരണം എനിക്ക് വീഡിയോസിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് ആരും തന്നെ സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ് എനിക്ക് ചുറ്റുമുള്ളവര്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഞങ്ങള് ഫ്ലൈറ്റ് കയറിട്ടോ. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മോളെ ഉറക്കുകയും ചെയ്തു. എന്നിട്ട് തായ്ലൻഡ് ടൈം ഏകദേശം 4:30 നമ്മൾ അവിടെ എത്തിയത്. അതായത് 4 മണിക്കൂറാണ് നമുക്ക് ഇന്ത്യയിൽ നിന്നും തായ്ലൻഡിലോട്ട്, അതായത് പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും തായ്ലൻഡിലോട്ടുള്ള ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് 4 hours ആണ് വരുന്നത്. അപ്പൊ ആ ഒരു സമയം നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം, എത്ര എളുപ്പത്തിൽ ഉറക്കാൻ പറ്റുന്നോ അത്രയും എളുപ്പത്തിലാണ് ഞാൻ മോളെ ഉറക്കിയത്. പിന്നെ എൻ്റെ മോളിൽ മാത്രമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് അവള് നമുക്ക് എടുത്തോണ്ട് ഉറക്കുക, മീൻസ് തോളിലിട്ടിട്ട് കുട്ടികളെ ഉറക്കിയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും എനിക്ക് പ്രാക്ടിക്കലി നടക്കില്ല. കാരണം അങ്ങനെ ഒരു ശീലം അവൾക്കില്ല. നമ്മൾ ജസ്റ്റ് തോളിലിടുമ്പോൾ തന്നെ അവള് വേക്കപ്പ് ആയിക്കോളും. അങ്ങനെ വേക്കപ്പ് ആവുമ്പോൾ നമുക്ക് എന്താണ് അവളെ എടുത്തോണ്ട് നടക്കില്ല. അവൾക്ക് അങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഒരു ശീലം ഇല്ല. എവിടെയെങ്കിലും നമ്മൾ ഇരുന്നിട്ടോ അല്ലെങ്കിൽ മടിയിൽ കിടത്തിയിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ട് തോളിൽ കിടത്തിയിട്ടോ ഒക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് നടന്നുകൊണ്ട് ഉറക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ കാറിലൊന്നും അങ്ങനെ ഉറങ്ങുന്നതായിട്ടുള്ളൊരു സ്വഭാവം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നു ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാൻ കൈവച്ചിട്ട് തന്നെ ഒന്ന് കണ്ണടച്ചു കൊടുത്തു. അവൾ ഉറങ്ങിപ്പോയിട്ടോ. അപ്പൊ ഞാൻ ഉറക്കത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ച്. കാരണം കുട്ടികൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ടെൻഷൻ മുഴുവൻ നമുക്കാണ്. പിറ്റേ ദിവസത്തെ അവരുടെ ടാൻഡ്രംസ് മുഴുവൻ കാണേണ്ടതും അത് അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണമൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
കാരണം ഒരു മിഡ് നൈറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട്. അപ്പോൾ പിറ്റേന്ന് പുലർച്ചെ ഏകദേശം ഒരു 4:30 കൂടിയിട്ട് ഞങ്ങൾ തായ്ലൻഡ് എത്തി. തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഞങ്ങൾ പട്ടായയിലോട്ടാണ് ഞങ്ങൾ താമസിക്കാനായിട്ട് ആദ്യത്തെ 4 ദിവസം പട്ടായയിലും പിന്നീട് വരുന്ന 2 ദിവസം ബാങ്കോക്കിലും താമസിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പോവാണ് മറ്റേ പട്ടായയിലോട്ടാണ് പോകുന്നത്. പട്ടായ അല്ലെങ്കിൽ തായ്ലൻഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് അതൊരു ബാച്ചിലേഴ്സിന്, എസ്പെഷ്യലി ബാച്ചിലേഴ്സിന് പോവാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തിക്കാത്തവരാണെങ്കിൽ വെരി ഗുഡ്. അത് അല്ല ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മിഥ്യാധാരണയാണ് കേട്ടോ. ബാച്ചിലേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്പോട്ടുകൾ അവിടെ ഉണ്ട്. അതിലുപരി നമ്മൾ ഫാമിലി ആയിട്ട് സ്പെഷ്യലി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളും അവിടെ ഉണ്ട്. ഞങ്ങൾ മോളുടെ കൂടെ പോയപ്പോൾ ഞങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം തായ്ലൻഡ് ആണ്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഫാമിലിക്ക് തായ്ലൻഡ് എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്തു തന്നെ പറയട്ടെ. കാരണം നമ്മുടെയൊക്കെ ധാരണ ഈ എന്താ പറയാ മസാജ് പാർലേഴ്സും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഒക്കെ കൊണ്ട് തായ്ലൻഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പട്ടായ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സിനിമയിലും അല്ലെങ്കിൽ വീഡിയോസിലും ഒക്കെ കണ്ടിരിക്കുന്നതിന് പ്രകാരം അതൊരു ബാച്ചിലേഴ്സിന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. അവിടെ പ്രത്യേകിച്ച് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് നൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പബ്ബുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എന്ത് വേണമെങ്കിലും അവിടെ ആവാം. അവിടെ കുട്ടികളെയും അലോഡ് ആണ്. അവിടെ കുട്ടികൾക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷെ എന്താണ് കേസ് എന്ന് വെച്ചാൽ അതിലുപരി അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പട്ടായയിലുള്ള സൺ സിറ്റി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് താമസിച്ചത്. ഒരുപാട് ആഡംബരമൊന്നും ഇല്ല കേട്ടോ. നമ്മള് ഒരു 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റേറ്റിംഗിലാണ് ബുക്ക് ചെയ്തത്. പക്ഷെ ആംബിയൻസ് 3 സ്റ്റാർ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ 3 സ്റ്റാർ റേറ്റിംഗിലുള്ളതല്ല ആ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. ഒത്തിരി വലിയ റിസോർട്ടാണ്, അതുകൊണ്ടാണ് 3 സ്റ്റാർ. പക്ഷെ അവരുടെ ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ അക്സസിബിലിറ്റി ആണെങ്കിലും ഒക്കെ നമുക്ക്, പിന്നെ പട്ടായയിൽ എല്ലാവരും എല്ലാ റിസോർട്ടിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. പക്ഷെ ഇതാണ് എനിക്ക്. അപ്പൊ റിസോർട്ടുകൾ ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ നെൽപ്പാടവും വാഴയും തെങ്ങും കണിക്കൊന്നയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തായ്ലൻഡിലെ യാത്രയിലുടനീളം. അത് നമ്മൾ കാണുമ്പോൾ കണിക്കൊന്ന ഇവിടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നാലും അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ഇൻഡസ്ട്രിയൽ ഏരിയാസും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. അവര് ഒരുപാട് ജനസംഖ്യ ഒന്നുമില്ല, ഏകദേശം 70 മില്യൺ ഒക്കെ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞ് കേട്ടത് നമ്മളോട്. നമ്മുടെ ഒരു ഗൈഡ് പറഞ്ഞു തന്നത് അത്രയൊക്കെ ഉള്ളൂ എന്നാണ്. എനിക്കതിൻ്റെ എക്സാക്റ്റ് കണക്കൊന്നും അറിയില്ല, ഞാൻ ഗൂഗിൾ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ട് എത്തി. അപ്പം രാത്രിയത്തെ ഉറക്കക്ഷീണം നല്ലോണം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ അതായത് ആ മോർണിംഗ് ഫുൾ നമ്മളൊരു ഹാഫ് ഡേ റെസ്റ്റ് എടുത്തു. ഹാഫ് ഡേ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ നിന്ന് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അവിടുത്തെ ഒരു കോക്കനട്ട് ഒരു എന്താ പറയുക കേക്ക് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ എന്തെങ്കിലും ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ഈസി ബേയോ അങ്ങനെ എന്തോ ഒരു കേക്കാണ് മേടിച്ചത്. അത് കോക്കനട്ട് ഫ്ലേവേർഡുള്ള ഒരു കേക്കാണ്. അത് ഭയങ്കര രുചിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ പപ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, പക്ഷെ പപ്സ് പോലെ അല്ല. അതിൻ്റെ ഒരു വെളിയിലൊക്കെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ലൈറ്റ് സ്വീറ്റോട് കൂടിയിട്ടുള്ള ഒരു കോക്കനട്ട് ഇടയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു നമുക്ക് ഒരു കേക്ക് എന്നൊക്കെ പറയാം. കേക്കല്ല, എന്താ അതിനെ പറയാന്ന് എനിക്കറിയില്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ തായ്ലൻഡിലുള്ള ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് 7-Eleven എന്ന് പറയുന്ന കടകളാണ് കേട്ടോ.
7-Eleven എന്ന് പറയുന്നത് എല്ലായിടത്തും മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഷോപ്പുകളാണ്. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അവിടെ പിന്നെ ഈ ലിക്കേഴ്സ് ഒക്കെ എല്ലാ കടകളിലും, പെട്ടിക്കടകളിലും എല്ലാവിടെയും ഇങ്ങനെ ആൾക്കാർ, നമ്മൾ ഏതൊരു ഷോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ ആൾക്കാർ ഹാൻഡി ആയിട്ട് ബിയേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അതൊരു ഒരു സ്ഥിരം കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് അവിടെ പോകുന്നുണ്ടെങ്കിൽ. തായ്ലൻഡൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ ഒരു എൻജോയ്മെന്റ് ഫാക്ടർ എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ട് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഗതികൾ തായ്ലൻഡിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതില് പാഡോ മീഡിയ എന്ന് പറയുന്ന ഒരു ആർട്ട് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത് കേട്ടോ. പാഡോ മീഡിയ ആർട്ട് ഷോ എന്ന് പറയുന്നത് എന്താ പറയാ, നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഷോ ആണ്. നമ്മൾ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഒരു ലൈറ്റിന്റെ ഒരു ഷോ എന്ന് പറയില്ലേ, ആ ഒരു കംപ്ലീറ്റ്ലി നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തായ്ലൻഡിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഈ വീഡിയോ, അതായത് ഈ പാഡോ മീഡിയയെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.